ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെക്കുറിച്ചാണ്. ഇത്തരത്തിലുള്ള ഒത്തിരി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം വെച്ചിട്ടാണ് ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ. നൃത്തത്തിൻ്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭാരതീയ ദേവനാണ് ശിവൻ. നടരാജ വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ചോള രാജാക്കന്മാരുടെ കാലത്താണ്. നവരസങ്ങളാണ് ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം എന്നിവ. ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭരതമുനിയാണ്. നാട്യശാസ്ത്രം രചിച്ചതും ഭരതമുനി തന്നെ. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായ പ്രാചീന കൃതിയാണ് നാട്യശാസ്ത്രം. നാട്യശാസ്ത്രാടിസ്ഥാനത്തിലുള്ള നൃത്തരൂപമാണ് ഭരതനാട്യം. നാട്യശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേരാണ് ശതസാഹസ്രി. എന്താണ് പേര്? ശതസാഹസ്രി. നാട്യശാസ്ത്രത്തിന് അഭിനവ ഭാരതി എന്ന പേരിൽ ഭാഷ്യം എഴുതിയത് അഭിനവഗുപ്തനാണ്. ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉദയ് ശങ്കറാണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവിയിലുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഭരതനാട്യം, സാത്രിയ, ഒഡീസി, കഥക്, മണിപ്പൂരി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി എന്നിവയാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്നത്. ഓരോരോ നൃത്തരൂപമായി പഠിക്കാം. ആദ്യം ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യം ഉത്ഭവിച്ചത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ്. ഭരതനാട്യം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം, സതിർ, ചിന്നമേളം എന്നിവ. സതിർ എന്ന പേര് മാറ്റി ഭരതനാട്യം എന്ന പേരാക്കിയത് രുക്മിണി ദേവി അരുണ്ടേലാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകിയാണ് രുക്മിണി ദേവി അരുണ്ടേൽ. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അഭിനയ ദർപ്പണം. നന്ദികേശ്വരനാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. മഹാരാഷ്ട്രയിലെ സത്താറയിൽ നടരാജ ക്ഷേത്രത്തിൽ 108 കരണങ്ങളുടെ ശില്പങ്ങൾ രൂപകൽപ്പന നടത്തിയ നർത്തകിയാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. ഭരതനൃത്തം എന്ന നൃത്തശാല വികസിപ്പിച്ചെടുത്തത് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യമാണ്. ഒരു PYQ നോക്കാം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? HGS സീമാൻ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനാണിത്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ഭരതനാട്യമാണ് ഉത്തരം. പ്രശസ്ത ഭരതനാട്യം നർത്തകിമാരാണ് മൃണാളിനി സാരാഭായ്, യാമിനി കൃഷ്ണമൂർത്തി, പത്മ സുബ്രഹ്മണ്യം, സൊണാൽ മാൻസിംഗ്, സഞ്ജയ് ശാന്താറാം, ലീല സാംസൺ. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് നർത്തകി നടരാജ്. 2019 ഭരതനാട്യത്തിനാണ് പത്മശ്രീ ലഭിക്കുന്നത്. അടുത്ത നൃത്തരൂപമാണ് സാത്രിയ. അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപമായ സാത്രിയ ഉടലെടുത്തത് മാജുലി ദ്വീപിലാണ്. സാത്രിയയുടെ സംഗീതം ബോർഗീത്. സാത്രിയ നൃത്തത്തിന് ഇപ്പോഴത്തെ രൂപം നൽകിയ വൈഷ്ണവ സന്യാസിയാണ് ശങ്കരദേവൻ. 2020 പത്മശ്രീ നേടിയ സാത്രിയ കലാകാരിയാണ് ഇന്ദിര PP ബോറ. ഒഡീസി. ഒഡീഷയിലെ പ്രധാന നൃത്തരൂപമാണ് ഒഡീസി. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തവും ഒഡീസി തന്നെ. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓദ്ര മാഗധ എന്ന നൃത്തത്തിൽ നിന്നാണ് ഒഡീസി എന്ന പേര് രൂപം കൊണ്ടത്. ഭൂമിയെ പൂജിച്ചുകൊണ്ട് തുടങ്ങുന്ന നൃത്തരൂപം കൂടിയാണ് ഒഡീസി. ത്രിഭംഗ, 3 bends ഓഫ് എ ബോഡി, ചൗക്ക് എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്ന നൃത്തം കൂടിയാണ് ഒഡീസി. ഒഡീസി നൃത്തം ആധാരമാക്കിയിരിക്കുന്ന ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവനാണ്. മണിപ്പൂരി. മണിപ്പൂരിൽ നിന്നും ഉടലെടുത്ത മണിപ്പൂരി നൃത്തത്തിൻ്റെ ഇതിവൃത്തം കൃഷ്ണൻ്റെ രാസലീലയാണ്. മണിപ്പൂരി നൃത്തത്തിന് പ്രധാനമായും അകമ്പടിയാകുന്ന വാദ്യോപകരണമാണ് പുങ്. കഥക്. വടക്കേ ഇന്ത്യയിലെ പ്രധാന ക്ലാസിക്കൽ നൃത്തരൂപമായ കഥക്കിൻ്റെ ഉത്ഭവ കേന്ദ്രം ഉത്തർപ്രദേശാണ്. ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. പ്രധാന കഥക് നർത്തകരാണ് ലച്ചു മഹാരാജ്, ബിർജു മഹാരാജ്, ശോഭന നാരായൺ എന്നിവർ. കഥക് രാജ്ഞി എന്നറിയപ്പെടുന്ന നർത്തകിയാണ് സിതാര ദേവി. 2022 ജനുവരി 17 അന്തരിച്ച പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ നിന്നും ഉടലെടുത്ത നൃത്തമാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടിക്ക് ഇപ്പോഴുള്ള രൂപം നൽകിയത് സിദ്ധേന്ദ്ര യോഗിയാണ്. ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപമാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടിയിൽ ഉപയോഗിക്കുന്ന സംഗീതം കർണാടക സംഗീതമാണ്.
ഇനി നമുക്ക് സംസ്ഥാനങ്ങളും അവിടുത്തെ പ്രധാന നൃത്തരൂപങ്ങളും നോക്കാം. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നൃത്തരൂപമാണ് കോലാട്ടം. തമിഴ്നാട്ടിലേത് ഭരതനാട്യം, തെരുക്കൂത്ത്, കരകാട്ടം, മയിലാട്ടം. കർണാടകം, കേരളം യക്ഷഗാനം. പഞ്ചാബ് ഭാംഗ്ര, ഗിദ്ദ. ഒഡീഷ ബാഗനാജ, ദണ്ഡനതൈ. അസം ബിഹു, സാത്രിയ, ദണ്ഡനാജ, ഒജാപാലി. ഉത്തർപ്രദേശ് ചപ്പേലി, നൗട്ടങ്കി, കജ്രി. മഹാരാഷ്ട്ര ദാഹികാല, ലെസിൻ, തമാശ, ലാവണി. ഉത്തരാഖണ്ഡ് ചോലിയ. അരുണാചൽ പ്രദേശ് വെയ്ക്കിംഗ്. ജാർഖണ്ഡ്, ഒഡീഷ ഛൗ. മണിപ്പൂർ മഹാരസ, ലായ്ഹരോബ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവയുടെ സ്ഥാപകരുമാണ്. നോക്കാം. ലാസ്യ അക്കാദമി ഓഫ് മോഹിനിയാട്ടം സ്ഥാപിച്ചത് പല്ലവി കൃഷ്ണനാണ്. സെൻറ്റർ ഫോർ മോഹിനിയാട്ടം ഭാരതി ശിവജി. ദർപ്പണ മൃണാളിനി സാരാഭായ്. കലാക്ഷേത്ര രുക്മിണി ദേവി അരുണ്ടേല. സെൻറ്റർ ഫോർ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് സോണൽ മാൻസിംഗ്. ദീപശിഖ ചെന്നൈയിൽ സ്ഥാപിച്ചത് അലർമേൽ വള്ളി. നിത്യഗ്രാം പ്രോതിമ ബേഡി. സൗഗന്ധിക സെൻറ്റർ ഫോർ മോഹിനിയാട്ടം നീന പ്രസാദ്. മോഹിനിയാട്ടം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദേവവധുക്കളായി ജനങ്ങൾ ആദരിച്ചിരുന്ന നർത്തകിമാരാണ് ദേവദാസികൾ. ഈ ദേവദാസികളുടെ നൃത്തമാണ് ദാസിയാട്ടം. കുഞ്ചൻ നമ്പ്യാരുടെ കാലമായപ്പോഴേക്കും ഈ ദാസിയാട്ടം മോഹിനിയാട്ടം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സ്വാതി തിരുനാൾ, ഇരയിമ്മൻ തമ്പി തുടങ്ങിയ കലാസ്നേഹികൾ പഴയ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ചത് മോഹിനിയാട്ടം എന്ന നൃത്തകലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കി. സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തിനായി മലയാളം, തെലുങ്ക്, സംസ്കൃതം എന്നീ ഭാഷകളിൽ നിരവധി പദങ്ങൾ രചിച്ചു. കേരളത്തിൻ്റെ തനത് കലയായ മോഹിനിയാട്ടം 1930 വള്ളത്തോൾ കേരള കലാമണ്ഡലത്തിൽ ഒരു പഠന വിഷയമാക്കിയതോടെ വികസിക്കാൻ തുടങ്ങി. ലാസ്യപ്രധാനമായ ഒരു നൃത്തമാണിത്. താന്ത്രിക മുദ്രയും ഗ്രാമ്യമുദ്രയും ബാലരാമഭരത ഗ്രന്ഥം, ഹസ്തലക്ഷണ ദീപികയിലെ മുദ്രകളുമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ഈ കലാരൂപത്തിൻ്റെ ശൈലിയിൽ കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വരുത്തി പരിപോഷിപ്പിച്ചവരാണ് കരിക്കല്ലേടത്ത് കല്യാണി അമ്മ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, ചിന്നമ്മു അമ്മ, കലാമണ്ഡലം സത്യഭാമ തുടങ്ങിയവർ. ഇന്ന് മോഹിനിയാട്ടം കേരള കലാമണ്ഡലം, തൃപ്പൂണിത്തറ RLV കോളേജ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടി എന്നിവിടങ്ങളിൽ പഠിപ്പിച്ചു വരുന്നു. ചൊൽക്കെട്ട്, ജതിസ്വരം, പദവർണം, പദം, തില്ലാന എന്ന ക്രമത്തിലാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത്.